हेलो। ചാപ്റ്റർ 6 ജയ്പൂർ സെ പത്ര. ജയ്പൂരിൽ നിന്ന് ലെറ്റർ. ഒരു മകൻ അച്ഛന് എഴുതിയ ഒരു കത്താണ് ഈ ഒരു ചാപ്റ്റർ. സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയ മകൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അച്ഛന് എഴുതി അറിയിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോ ഈ മകന്റെ ലെറ്റർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൂജ്യ പിതാജി, സാദർ പ്രണാം. അച്ഛന് വേണ്ടിയാണ് ലെറ്റർ എഴുതുന്നത്. അപ്പൊ അച്ഛനെ തന്നെ അഭിസംബോധന ചെയ്യാണ്. പൂജ്യ പിതാജി, റെസ്പെക്റ്റഡ് ഫാദർ. സാദർ പ്രണാം, വിഷ് ചെയ്തുകൊണ്ടാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പർസോം രാത് കോ ഹം സകുശൽ ജയ്പൂർ പहुंच गए. പർസോം എന്ന് പറഞ്ഞാൽ ഡേ ബിഫോർ യെസ്റ്റർഡേ. രാത്രി ഞങ്ങൾ സകുശൽ, സേഫ് ആയിട്ട് ജയ്പൂർ പहुंच गए, ജയ്പൂരിലെത്തി. ഹമാരി യാത്ര ബഹുത് അച്ചി രഹി. ഞങ്ങളുടെ യാത്രയൊക്കെ വളരെ നന്നായിരുന്നു. സ്കൂളിൽ നിന്ന് ജയ്പൂരിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. എവിടെയാണ് ജയ്പൂർ? രാജസ്ഥാനിലാണ് അല്ലെ. അധ്യാപകോനെ ഹമാര ബഹുത് ധ്യാൻ രഖാ. അധ്യാപകോ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങളെ നന്നായി കെയർ ചെയ്തിട്ടുണ്ട്. യഹാം മോസം അച്ചാ ഹേ. മോസം എന്ന് പറഞ്ഞാൽ വെദർ. അപ്പൊ ഇവിടുത്തെ വെദർ ഒക്കെ നല്ലതാണ്. कल सुबह जलपान करके हम सब लोग जयपुर की सैर के लिए निकले. കൽ സുബ, ഡേ ബിഫോർ യെസ്റ്റർഡേ നൈറ്റ് ആണ് ജയ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ. കൽ എന്ന് പറഞ്ഞ വേർഡിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഇന്നലെ, ഒന്ന് നാളെ. ഇത് ഡേ ബിഫോർ യെസ്റ്റർഡേ എത്തി, ഇന്നലെ പോയി എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. കാരണം നാളത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ലല്ലോ. ഇന്നലെ നടന്ന കാര്യമായതുകൊണ്ട് കൽ സുബ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ. ജൽപാൻ കർക്കെ, ഭക്ഷണമൊക്കെ കഴിച്ച്, ഹം സബ് ലോഗ്, ഞങ്ങൾ എല്ലാവരും ജയ്പൂർ കി സേർ കെ ലിയെ നിക്ലി, ജയ്പൂരിലത്തെ എക്സ്കർഷന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. സബ്സെ പെഹലെ ഹംനെ ഹവാ മഹൽ ദേഖ. ഏറ്റവും ആദ്യം ഞങ്ങൾ പോയിരിക്കുന്നത് ഹവാ മഹലിലേക്കാണ്. നിങ്ങൾ എത്ര പേര് ഹവാ മഹൽ കണ്ടിട്ടുണ്ട്? നോക്കൂ, ആർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കാം. ഹവാ മഹൽ കെ പാസ് ഹി ജന്തർ മന്ദർ ഹേ. ഹവാമഹലിന് ശേഷം അടുത്തതായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ജന്തർ മന്ദർ. ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്സർവേറ്ററി ആണ്. ആകാശത്തിലുള്ള സെലസ്റ്റൽ ബോഡീസിനെയൊക്കെ കാണാൻ വേണ്ടി ഇന്ത്യയില് പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. ഇസ് വേദശാല കാ നിർമാൺ രാജാ സവായി ജയസിംഗ് നെ കിയാ ഥാ. വളരെ പണ്ട് കാലത്ത് ആണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു അല്ലെ. ഉസ്കാ നിർമാൺ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് രാജാ സവായി ജയസിംഗ് ആണ്. ഹംനെ ഘൂം ഘൂം കർ ജന്തർ മന്ദർ ദേഖ. നിങ്ങൾ വളരെ സമയം എടുത്തിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്ന് നന്നായി തന്നെ ജന്തർ മന്ദർ കണ്ടു. ഇസ്കെ ബാദ് ഹം രാം നിവാസ് ബാഗ് ഗേ. അതിനുശേഷം ഞങ്ങൾ പോയത് രാം നിവാസ് ബാഗിലേക്കാണ്. രാം നിവാസ് ബാഗ് അതൊരു ഗാർഡൻ ആണ്. യഹാം ഏക് അച്ഛാ കലാ സംഗ്രഹാലയ ഹേ. കലാ സംഗ്രഹാലയ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയം ആണ്. അപ്പൊ ഈ ഒരു ഗാർഡനിൽ നല്ലൊരു മ്യൂസിയം ഉണ്ട്. ദർശനീയ ഹേ. ഈ മ്യൂസിയം വളരെ നല്ലതാണ്, കാണേണ്ടത് തന്നെയാണ്, അത്രയും നല്ലതാണ്. സംഗ്രഹാലയ മേ ജയ്പൂർ കെ രാജാ മഹാരാജോ കെ കപ്പടെ, അസ്ത്ര ശസ്ത്ര ഓർ ഉൻകെ ചിത്ര രഖേ ഹുയേ ഹേ. മ്യൂസിയത്തില് പണ്ടുള്ള രാജാക്കന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും ഒക്കെ കപ്പടെ, അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അസ്ത്രശസ്ത്ര അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, और उनके ചിത്ര അവരുടെയൊക്കെ ചിത്രങ്ങളും വെച്ചിട്ടുണ്ട്. जयपुर से लगभग 14 किलोमीटर की दूरी पर अमेर का दुर्ग है. ജയ്പൂർ से 14 കിലോമീറ്റർ, ഏകദേശം 14 കിലോമീറ്റർ അവേ ആണ് ആമേർ കാ ദുർഗ്. ആമേർ കാ ഫോർട്ട് കണ്ടിട്ടുണ്ടോ? ആമേർ കാ ഫോർട്ട് യഹ് ബഹുത് പുരാന और बड़ा है. വളരെ പഴയതും അതുപോലെ തന്നെ വളരെ വലിയതുമായ ഒരു ഫോർട്ടാണ്, വലിയൊരു കോട്ടയാണിത്. ആമേർ മേ ശീഷ് മഹൽ ദേഖ്നെ യോഗ്യ ഹേ. ആമേർ ഫോർട്ടിനുള്ളിൽ ശീഷ് മഹൽ എന്ന് പറഞ്ഞൊരു ചെറിയ കൊട്ടാരമുണ്ട്. അത് വളരെ മനോഹരമാണ് കാണാൻ. ശീഷ് മഹൽ എന്ന് പറഞ്ഞാൽ, ശീഷ് എന്നാൽ കണ്ണാടിയാണ് അല്ലെങ്കിൽ മിറർ ആണ്. മിറർ പാലസ് ആണ്. ശീഷ് മഹൽ കെ പാസ് ഹി ശിലാദേവി കാ മന്ദിർ ഹേ. ശീഷ് മഹലിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഫോർട്ടിനുള്ളിൽ ശിലാദേവി കാ മന്ദിർ ഹേ. മന്ദിർ മേ ദർശൻ കർനെ കെ ബാദ് ഹം നഗർ വാപ്പസ് ആയേ.
അമ്പലത്തിലൊക്കെ ദർശനം നടത്തി പിന്നെ ആ കോട്ടയൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം ഹം നഗർമേ ഞങ്ങൾ സിറ്റിയിലേക്ക് വാപ്പസായേ തിരിച്ചു വന്നു. രാത് കോ ഹംനെ രാജസ്ഥാൻ കെ ലോക നൃത്ത ദേഖേ. അന്ന് രാത്രി ഞങ്ങള് രാജസ്ഥാന്റെ ലോക നൃത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോക്ക് ഡാൻസ് ഒക്കെ കണ്ടു. ഫിർ രാജസ്ഥാൻ കാ വിശേഷ് വ്യഞ്ജൻ ദാൽ ബാട്ടി ചുർമ ഖായ. രാജസ്ഥാനിലെ വിശേഷപ്പെട്ട ഭക്ഷണമായ ദാൽ ബാട്ടി ചുർമ എന്ന ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. ആജ് ദൊബഹർ, ഇന്ന് ഈ ലെറ്റർ ഇന്ന് എഴുതുകയാണല്ലേ, അതുകൊണ്ടാണ് ഡേ ബിഫോർ യെസ്റ്റർഡേയിൽ തുടങ്ങി. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു. ഇനി ഇന്ന് ദൊബഹർ ഉച്ചയ്ക്ക് പശ്ചാത് ഹം ജീലോങ് കെ നഗർ ഉദയ്പൂർ ജായേംഗെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങള് ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ലേക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ജീലോങ് കെ നഗർ, അവിടേക്ക് പുറപ്പെടുന്നതാണ്. അഗല പത്ര ഉദയ്പൂർ സെ ലിഖൂംഗ. അടുത്ത കത്ത് ഞാൻ ഉദയ്പൂരിൽ നിന്ന് എഴുതുന്നതാണ്. മാതാജിക്കോ മേര പ്രണാം. അമ്മയ്ക്കും എന്റെ എല്ലാ വിശ്വസും. ഓർ ലതാ ബഹൻ കോ ബഹുത് പ്യാർ. എന്റെ ലതാ ബഹൻ എന്ന് പറഞ്ഞ സിസ്റ്റർക്കും എന്റെ എല്ലാ സ്നേഹവും നൽകുന്നു. ആപ്ക പുത്ര അമർ. അപ്പോ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് ആപ്ക പുത്ര അമർ, ആരാണ് എഴുതിയതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മകന്റെ പേരെന്താണ്? അമർ. അമർ അച്ഛൻ എഴുതിയ ലെറ്റർ കണ്ടോ? നിങ്ങൾ ഇതുപോലെ ആർക്കെങ്കിലും ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ഒക്കെ ആയിരിക്കും അറിയിക്കുക അല്ലെ. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ അവർ കത്തെഴുതുന്നതായിരുന്നു ശീലം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള പുതിയ വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ ഒന്നുകൂടി നോക്കിയാലോ. സകുശൽ, സേഫ്ലി, യാത്ര, ജേർണി. ധ്യാൻ രഖ, ധ്യാൻ രഖ്ന എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യാം, ടു ടേക്ക് കെയർ. മോസം, വെദർ. ജൽപാൻ, ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതാണ് ജൽപാൻ കർക്കെ. സേർ, എക്സ്കർഷൻ, സിറ്റിയിലൊക്കെ കറങ്ങണം അല്ലേ, സിറ്റി ടൂർ ഒക്കെ ചെയ്യണം, അതാണ് സേർ. വേദ്ശാല, അവിടുത്തെ ഒബ്സർവേറ്ററി. നിർമാൺ, കൺസ്ട്രക്ഷൻ, അത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഗ്രഹാലയ്, മ്യൂസിയം. അസ്ത്രശസ്ത്ര, വെപ്പൺസ്, രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ. ദുർഗ്, ദുർഗ് എന്ന് പറഞ്ഞാൽ ഫോർട്ടാണ്. ശീഷ് മഹൽ, ശീഷ് എന്നാൽ മിറേഴ്സ്, അപ്പൊ പാലസ് ഓഫ് മിറർ. ദർശൻ, അമ്പലത്തിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന്, അവിടെ മൂർത്തിയൊക്കെ കാണുന്നതിന് ദർശൻ എന്നാണ് പറയുന്നത്, ഹോളി വിസിറ്റ്. വിശേഷ്, സ്പെഷ്യൽ, വ്യഞ്ജൻ, ഡിഷ്, അപ്പൊ വിശേഷ് വ്യഞ്ജൻ, ആ സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. ഇനി ഏതെങ്കിലും വേർഡ്സിന്റെ മീനിങ് അറിയില്ലെങ്കിൽ അത് ഇവിടെ കമന്റ് ചെയ്യണം, നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. ഇനി ബി ജാനിയേ. ഠാക് പേട്ടി, ഇതാണ് ഠാക് പേട്ടി. ഇത് കണ്ടിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതിന് പോസ്റ്റ് ബോക്സ് എന്നാണ് നമ്മൾ പറയാ. ഠാക് പേട്ടി ഏക് ലാൽ രംഗ് കി പേട്ടി ഹോത്തി ഹേ. ഇത് ഒരു റെഡ് കളറുള്ള ബോക്സ് ആണ്. ഠാക് പേട്ടി എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളറുള്ള പെട്ടിയാണ്. इसका प्रयोग भेजी जाने वाली चिट्ठियों का संग्रह करने के लिए किया जाता है. മറ്റുള്ളവർക്ക് അയക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന കത്തുകൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് കളക്ട് ചെയ്യുക എന്നാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ. जब हमें किसी को चिट्ठी भेजनी होती है तो हम उस पर सही पता लिखकर डाक पेटी में डाल देते हैं. നമുക്ക് ആർക്കെങ്കിലും ഒരു ലെറ്റർ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു കത്ത് എഴുതണം. അതിനുശേഷം അതിന്റെ മുകളിൽ സഹി പത്ത, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് എഴുതണം. അതിനുശേഷം ഈ ഒരു പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടണം. ഫിർ ഡാക് ഘർ, ഡാക് ഘർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ്. വാലെ ധാക്കിയ ബയ്യ ഓർ ബഹന, പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പോസ്റ്റ് വുമനോ വന്നിട്ട് ഇസ് ഡാക് പേട്ടി സെ ചിറ്റിയാ നികാൽ കർ ഡാക് ഘർ ലേ ജാത്തെ ഹേ. ഈ ഒരു ബോക്സിൽ നിന്ന് പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പോസ്റ്റ് വുമനോ വന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ലെറ്റർ കളക്ട് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകും. डाक घर से चिट्ठियां पते पर लिखे नगरों के डाकघरों को भेजी जाती है.
നമ്മൾ ഏത് സിറ്റിയിലേക്കാണോ ഏത് നഗരത്തിലേക്കാണോ ലെറ്റർ എഴുതിയിരിക്കുന്നത് ആ നഗരത്തിലും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഇടുന്ന സ്ഥലത്ത് നിന്ന് ആ നഗരത്തിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് അവർ അത് അയക്കും. ഉസ്കെ പശ്ചാത് അതിനുശേഷം ഡാക്കിയ ബയ്യ ഓർ ബഹന അവിടെയുള്ള പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പോസ്റ്റ് വുമണോ ഒന്നേ സഹി പത്തേ പർ ദേനെ ജാത്തേ ഹേ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഓർഡർ? നമ്മൾ കത്തെഴുതുന്നു, കത്തിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് എഴുതുന്നു, പോസ്റ്റ് ബോക്സിൽ ഇടുന്നു. പോസ്റ്റ്മാനോ പോസ്റ്റ് വുമണോ ആ ലെറ്റർ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അവരുടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകും. എന്നിട്ട് എവിടേക്കാണ് അഡ്രസ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കും. എന്നിട്ട് ആ സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് അവർ ആ ലെറ്ററിനെ അയക്കും. അവിടെയുള്ള ആ പോസ്റ്റ് ഓഫീസിലുള്ള പോസ്റ്റ് വുമൺ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ ഈ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആ ആളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതിയ കത്ത് ആ ഫ്രണ്ടിന് കിട്ടും അല്ലെ. ഇങ്ങനെയാണ് കത്തെഴുതി ഒരാൾക്ക് കിട്ടുന്ന പ്രോസസ്. ഓക്കെ. പിൻകോഡ്. നിങ്ങൾ പിൻകോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് പിൻകോഡ്? പിൻകോഡ് 6 अंकों की संख्या होती है. 6 ഡിജിറ്റ് ഉള്ള അല്ലെങ്കിൽ 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറിനാണ് നമ്മൾ പിൻകോഡ് എന്ന് പറയുന്നത്. इसे किसी विशेष क्षेत्र की पहचान के लिए प्रयोग किया जाता है. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം എല്ലാ ലൊക്കേഷനെയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പിൻകോഡ് ഉപയോഗിക്കുന്നത്. यह मुख्य रूप से डाक भेजने और प्राप्त करने में सहायता करता है. ലെറ്ററോ അല്ലെങ്കിൽ പാർസലുകളോ ഒക്കെ അയക്കാൻ വേണ്ടിയാണ് നമ്മൾ പിൻകോഡ് ഉപയോഗിക്കുന്നത്. ഉദാഹरण के लिए यदि किसी गांव या नगर में कोई चिट्ठी भेजनी हो तो उस स्थान का पिन कोड डालकर यह सुनिश्चित किया जाता है कि चिट्ठी सही पते पर पहुंचे. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കത്തുകളോ പാർസലുകളോ അയക്കണമെങ്കിൽ ആ ഒരു ലെറ്ററിൽ നിർബന്ധമായിട്ടും അവിടുത്തെ പിൻകോഡ് വെച്ചിരിക്കണം. അപ്പൊ ഉറപ്പായിട്ടും അത് ആ സ്ഥലത്തെത്തും. इसका पहला अंक राज्य को बताता है. നമുക്കൊരു പിൻകോഡ് എഴുതി നോക്കാം. 6730001 എന്നാണെന്ന് വിചാരിക്കുക. ഇതിന്റെ പേല അങ്ക് ഫസ്റ്റ് ഡിജിറ്റ്, ഈ ഡിജിറ്റ് അവിടെ ഏത് സ്റ്റേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാനാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ നമ്പർ ആണ്. അപ്പൊ ഈ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാകും. दूसरा और तीसरा अंक जिले को बताता है. ഓരോ സ്റ്റേറ്റിലും വളരെയധികം ഡിസ്ട്രിക്റ്റുകളുള്ള അല്ലെ, നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സിനനുസരിച്ച് അവിടെയും ഓരോ നമ്പേഴ്സ് കൊടുക്കും. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്തിം 3 അങ്ക് ഡാക് ഘർ കി പെഹചാൻ ബതാതാ ഹെ. ഇനി ഓരോ ഡിസ്ട്രിക്റ്റിലും കുറെ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടാവും. അപ്പൊ ഏത് പോസ്റ്റ് ഓഫീസ് ആണത്? ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഓഫീസിന്റെ നമ്പർ ആണ് ഈ 3 നമ്പർ. ഓക്കെ. पत्र की यात्रा. प्राचीन काल में संदेश या पत्र भेजने के लिए व्यक्ति विशेष होते थे जिन्हें दूत कहा जाता था. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിലോ ഒരു കാര്യം അറിയിക്കണമെങ്കിലോ പല വഴികളും ഉണ്ട് അല്ലെ. കത്തുകൾ എഴുതാം, നമുക്ക് ഫോൺ വിളിക്കാം, വാട്സപ്പിൽ അയക്കാം, ന്യൂസിൽ പറയാം, അങ്ങനെ പല പല വേ ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് പ്രാചീൻ കാലില് അത് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ആ കാലത്ത് ഇന്നത്തെ പോസ്റ്റ്മാനെയൊക്കെ പോലെ അന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയും അറിയിക്കാൻ വേണ്ടിയും ആശ്രയിച്ചിരുന്നത്. അവരുടെ പേരാണ് ദൂത്. അവരെ ദൂതന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. कम दूरी के लिए दूध पैदल ही जाकर पत्र पहुंचा देते थे. ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ ദൂതന്മാര് നടന്നു തന്നെ പോയിട്ട് കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ലംബി ദൂരി के लिए പക്ഷിയോ വിശേഷകർ കബൂത്തരോं द्वारा പത്ര भेजे जाते थे. ഇനി വളരെ ദൂരമുള്ളതാണെങ്കിൽ ആളുകൾക്ക് നടന്നെത്താൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ പക്ഷികളുടെ കയ്യില് കത്തുകൾ കൊടുക്കും. വിശേഷിച്ച് പീജിയൻസിന്റെ കയ്യില് കണ്ടോ, ലെറ്റേഴ്സും ചെറിയ ചെറിയ കത്തുകളൊക്കെ അവരുടെ കയ്യിൽ ചുരുട്ടി കൊടുക്കും. അവരത് കറക്റ്റ് അഡ്രസ്സിൽ കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള പീജിയൻസ് ആയിരിക്കും. അതി ആവശ്യക് പത്രാചാർ के लिए बारी बारी से दौड़कर दूतों द्वारा पत्र पहुंचाए जाते थे. വളരെ പെട്ടെന്ന് അർജന്റ് ആയിട്ട് എത്തിക്കേണ്ടതായിരുന്നെങ്കിലോ ആളുകൾ ഓടിയിട്ടാണ് ലെറ്റർ
എത്രയും പെട്ടെന്ന് ഒരു ലെറ്റർ എടുത്തിട്ട് അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് ഓടി ചെന്നിട്ടാണ് കൊടുക്കുന്നത്. ഏക് ദൂത് പത്ര ലേക്കർ കുച്ച് നിശ്ചിത് ദൂരി തക് ദൗഡ്താ ഥാ. ഒരാള് ലെറ്റർ എടുത്തിട്ട് കുറച്ച് ദൂരം ഓടും, ഒരാൾക്ക് തന്നെ അത്രയും ദൂരം ഓടാൻ പറ്റില്ല അല്ലെ. അപ്പൊ ലെറ്റർ കിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ ഒരു ദൂതൻ ഓടും. അതിനുശേഷം उसके बाद दूसरे संदेश वाहक को പത്ര പക്കടാ ദേത്താ ഥാ. അടുത്ത ആളുടെ കയ്യിലേക്ക് ലെറ്റർ കൊടുക്കും. അവിടെ മുതൽ കുറച്ച് ദൂരം വരെ അയാൾ ഓടും. അങ്ങനെ വഴിയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ഒരാൾ ഓടി അടുത്ത ആളുടെ കയ്യിൽ കൊടുക്കും, അടുത്ത ആൾ ഓടി അടുത്ത ആളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കും. ഇനി ലംബി ദൂരി തക് സന്ദേശ് പहुंचाने के लिए अश्वदूत अर्थात घुड़सवारों द्वारा भी പത്ര भेजे जाते थे. ഇനി വളരെയധികം ദൂരേക്ക് ആളുകൾക്ക് ഓടി എത്താൻ പറ്റാത്ത സ്ഥലത്തേക്കാണെങ്കിൽ അവിടേക്ക് ആളുകൾ തന്നെ നേരിട്ട് കൊടുക്കേണ്ട ലെറ്റർ ആണെങ്കിൽ അവര് ഗുഡസ്വാർ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡേഴ്സ് ആയിരുന്നു ആ ദൂതന്മാർ. അവര് ഹോഴ്സിന്റെ മുകളിൽ കയറിയിട്ട് ദൂരെ പോയിട്ട് ഈ ലെറ്റർ കൊടുക്കും. ഭാരത് മേ ഡാക് വിഭാഗ് की स्थापना सन 1854 में हुई. 1854 ആദ്യമായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത്. इसके बाद देश भर में डाकघर खोले गए. അതിനുശേഷം ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരെ പോസ്റ്റ് ഓഫീസുകൾ ഓപ്പൺ ആയി. आज इस यात्रा में स्पीड पोस्ट जैसी सुविधाएं भी उपलब्ध है. ഇൻഫോർമേഷൻ ഒരാളുടെ അടുത്ത് നിന്ന് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നത് വളരെ കാലങ്ങളായിട്ട് പല പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തൊക്കെ വിധിയാണ് കണ്ടത്? ആളുകൾ നടന്നു പോയി കൊടുക്കും, പക്ഷികളുടെ അടുത്ത് കൊടുക്കും, ആളുകൾ ഹോഴ്സിന്റെ മേലെ കൊടുക്കും. അങ്ങനെ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസുകളും തുടങ്ങി. അതിനുശേഷം പോസ്റ്റ് ഓഫീസുകൾ പല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരെ ഓപ്പൺ ആയി. അപ്പൊ എല്ലാവർക്കും കത്തുകൾ അയക്കാൻ വളരെ എളുപ്പമായി. ഇനി ഇന്നത്തെ കാലത്ത് നമുക്ക് സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലെറ്റർ അയച്ചാൽ നാളെ രാവിലെ തന്നെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെയോ കിട്ടുന്ന രീതിയിലും മാറിക്കഴിഞ്ഞു. അപ്പൊ അത്രയും ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കത്തുകളെ പറ്റിയും കത്തുകൾ എഴുതുന്നതിനെയൊക്കെ പറ്റി നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ആളുകളോടൊക്കെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിന്റെ എൻഡിൽ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഗോൽഗപ്പ. ആരൊക്കെ ഗോൽഗപ്പ കഴിച്ചിട്ടുണ്ട്? ഗോൽഗപ്പയ്ക്ക് പാനിപൂരി എന്നും പറയും അല്ലേ? भरा मटर से एक बताशा मुंह में फूटे फक, खट्टा तीखा और चटपटा पानी निकले पक. റൗണ്ട് ആയിട്ടുള്ള ബോൾ പോലെയുള്ള ഗോൽഗപ്പയുടെ ഉള്ളില് പീസൊക്കെ നിറച്ച് അതിൻ്റെ ഉള്ളിൽ പല രുചിയുള്ള വെള്ളമൊക്കെ ഉണ്ടാകും. അത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടപ്പേ എന്ന് പറഞ്ഞ് പൊട്ടും അല്ലെ. നല്ല മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ളൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. കോയി ഇസ്കോ പിച്കു ബോലെ കോയി ഗോൽഗപ്പ. ചിലരൊക്കെ ഇതിനെ പിച്കു എന്ന് പറയും, ചിലരൊക്കെ ഗോൽഗപ്പ എന്നും പറയും. ദാദാ ദാദി ഖായേ മജേസെ ഖായേ അമ്മ പപ്പ. എല്ലാവർക്കും ഇത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ദാദി ദാദ, അമ്മ പപ്പ എല്ലാരും ഇത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നതാണ്. मुंह में फैलाओ खूब बड़ा सा, झटपट अंदर रखो, बड़ी सावधानी से इसका स्वाद निराला चखो. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? വൈഡായിട്ട് വായ തുറന്നിട്ട് മെല്ലെ ഗോൽഗപ്പ ഉള്ളിലേക്ക് വെച്ചിട്ട് വളരെ സൂക്ഷിച്ച് വായടച്ച് കടിക്കണം. സ്വാദ് നിരാല ചക്കോ. അതിനുശേഷം അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ആസ്വദിക്കണം. ചുപ് ജായേ ദോടാ സാബി യദി ബിഗഡ് ഗയാ ജോ ഢംഗ്. കഴിക്കുന്നതെങ്കിലും ചെറുതായിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാം ആകെ പ്രശ്നമായി പോകും. എങ്ങനെയാ? ഖാസ് ഖാസ് കർ ഹാൽ ബുരാ ഹോ കപ്പടേ ഹോ ബന്ദ്രംഗ്. അത് കഴിക്കുന്നതെങ്കിൽ ചെറുതായി തെറ്റിപ്പോയാൽ, വായ നന്നായി അടയ്ക്കാതെ എങ്ങനെ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനുള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് തെറിക്കും അല്ലെ. അതുപോലെ ചുമച്ച് ആകെ കഷ്ടപ്പെടും. അതുപോലെ ഡ്രസ്സിലൊക്കെ ഇതിന്റെ കളറും ഇതിന്റെ ലിക്വിഡും ഒക്കെ ആവും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് എൻജോയ് ചെയ്ത് ഗോൽഗപ്പ കഴിക്കുന്നത് എന്നുള്ളൊരു കവിതയാണിത്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായി ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.